വിഷ്ണുശാലിനിയുടെ കമ്മിങ് സൂൺ പ്രൊമോയിൽ ശിവനാണെങ്കിൽ ഡെയ്സിയും വിളിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് പോകുന്നുണ്ട്. അന്നേരം അവർ രണ്ടുപേരും കൂടി അവിടെ നിന്ന് എങ്ങോട്ടെങ്കിലും പോകാനുള്ള ശ്രമം തന്നെയാണ്. അപ്പോൾ ആ ഒരു ഇതനുസരിച്ചാണ് ഡേവിസ് ആണെങ്കിൽ ആൻ്റണിയോട് ചോദിക്കുന്നത്, രണ്ടിലൊരാൾ വേണോ, നായകൻ മരിക്കണോ നായിക മരിക്കണോ, രണ്ടിലൊരാളൊന്ന് കൊല്ലപ്പെടും, ആര് വേണമെന്ന് നിനക്ക് തീരുമാനിക്കാം എന്നൊക്കെ. അതനുസരിച്ച് ഈ ഡെയ്സിയും ശിവനെയും വഴിയിൽ വെച്ച് ആൻ്റണിയുടെയും ഡേവിസിൻ്റെയും ആൾക്കാരൊക്കെ പിടികൂടുന്നുണ്ട്. എല്ലാവരും കൂടി ചേർന്ന് ശിവനെ ഇങ്ങനെ പിടിച്ച് വച്ചിരിക്കുകയാണ്. അന്നേരം ശിവനൊന്നും ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ഡെയ്സിയെയും പിടിച്ചു മാറ്റുന്നുണ്ട്. അന്നേരം അതിനുശേഷം ആൻ്റണിയാണെങ്കിൽ എന്തോ കൊണ്ട് ശിവനെ അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അന്നേരം അടിച്ചു കൊല്ലട ഈ പട്ടി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഡെയ്സിയും കൊണ്ട് അവരങ്ങോട്ട് മാറുകയാണ്. തുടർന്ന് ശിവനെ നന്നായിട്ട് അവർ ഉപദ്രവിക്കുന്നുണ്ട്. അത്രയും ഒരു രാത്രി ഒരു മലമുകളിൽ എന്ന പോലെയുള്ളൊരു സീനാണ് അവിടെ കാണിക്കുന്നത്. അതിന് ശിവനിനെ അവരെ ഒക്കെ അടിച്ച് ഡെയ്സിയും കൊണ്ട് രക്ഷപ്പെടും എന്താകും എന്നുള്ളതാണ്. മിക്കവാറും ശിവൻ രക്ഷപ്പെടും, ഡെയ്സിയെ കൊണ്ട് രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. അതെന്താകുമെന്ന് എപ്പിസോഡ് വരുമ്പോൾ നോക്കാം. അതിനുശേഷം കാണിക്കുന്നത് പിന്നെ അബൂബക്കർ അവിടെ ചെല്ലുമ്പോൾ ഈ ഡാനിയലിനെ ആരെയും കാണുന്നില്ല. വിഷ്ണുവും ഇല്ല, ഡാനിയലും ഇല്ല, ആരുമില്ല. അതിനുശേഷമാണ് അബൂബക്കർ ഫോൺ വിളിക്കുന്നത്. പക്ഷേ അത് അവരെവിടെയുണ്ട്, വിഷ്ണു എവിടെയുണ്ടെന്നൊന്നും പറയുന്നില്ല. പക്ഷേ പിന്നീട് ഈ ഡാനിയലാണെങ്കിൽ ശാലിനിയെ ഫോൺ ചെയ്യുന്നുണ്ട്. വിഷ്ണു നമ്മുടെ കസ്റ്റഡിയിലുണ്ട് എന്ന് പറഞ്ഞാണ് ഇങ്ങനെ ഫോൺ ചെയ്യുന്നത്. അന്നേരം അടുത്ത് പിന്നെ സർക്കിൾ ഉണ്ടെന്ന് തോന്നുന്നു, റസാഖ് ഉണ്ടെന്ന് തോന്നുന്നു, കാണിക്കുന്നില്ല. പക്ഷേ ശാലിനി ഇങ്ങനെ ഫോൺ സ്പീക്കറിട്ടാണ് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ 50 ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ ശാലിനി ഒന്നിങ്ങനെ ഞെട്ടുന്നുണ്ട്. പക്ഷേ അതിങ്ങനെ തരാം എന്നിങ്ങനെ സമ്മതിക്കുകയാണ്. അത് റസാഖിൻ്റെ ഒരു അത് അനുസരിച്ചാണെന്ന് തോന്നുന്നു ശാലിനിയോടെ സമ്മതിക്കുന്നത്. തുടർന്ന് പൈസ കൊണ്ടുവയ്ക്കേണ്ട സ്ഥലമൊക്കെ അവിടെ പിന്നെ ഡാനിയൽ പറയുന്നുണ്ട്. ഏതോ ഒരു പമ്പ് ഹൗസിൻ്റെ അടുത്ത് ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് ഉണ്ട്, അവിടെ ഇങ്ങനെ കൊണ്ടുവയ്ക്കണമെന്നാണ് പറയുന്നത്. അതനുസരിച്ച് ആ ഒരു റസാഖിൻ്റെ നിർദ്ദേശം അനുസരിച്ച് ശാലിനി അത് ചെയ്യുന്നുണ്ട്. ശാലിനി ഇങ്ങനെ കാറിൽ വരുന്നുണ്ട്. അപ്പോൾ റസാഖ് ആണെങ്കിൽ ദൂരെ നിന്ന് ഇതിങ്ങനെ പിന്നെ ആ ദൂരദർശനിലൂടെ ഇങ്ങനെ നോക്കുന്നുണ്ട് ഇത് കാണാൻ ശാലിനി ചെയ്യുന്നതൊക്കെ. അന്നേരം ശാലിനിയാണെങ്കിൽ കാറിൽ നിന്ന് ഒറ്റയ്ക്ക് ഇറങ്ങിയിട്ട് ഒരു പെട്ടിയിലാണ് ക്യാഷുമായിട്ട് വരുന്നത്. എന്നിട്ട് ആ ഒരു വേസ്റ്റ് ബോക്സിൻ്റെ അടുത്തേക്ക് ഇടുന്നുണ്ട്. മാഡം പണം ധൈര്യമായിട്ട് അവിടെ വെച്ചിട്ട് കാറ് പമ്പ് ഹൗസിൻ്റെ അങ്ങോട്ട് കയറ്റിയിട്ടുള്ളൂ എന്നിങ്ങനെ പിന്നെ റസാഖ് പറഞ്ഞനുസരിച്ച് പൈസ അവിടെ ഇട്ടിട്ട് ആ ഒരു പമ്പ് ഹൗസിൻ്റെ അടുത്തേക്ക് വണ്ടി ഇങ്ങനെ കയറ്റിയിട്ടിട്ട് ശാലിനി അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ റസാഖ് ദൂരെ നിന്ന് ഇത് വീക്ഷിക്കുന്നുമുണ്ട്. ആരാണ് വരുന്നത്, എടുത്തുകൊണ്ട് പോകാൻ വരുന്നത് എന്നൊക്കെ. പോലീസിൻ്റെ ഫുൾ ഫോഴ്സൊക്കെ അവർ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ പിന്നീട് കാണിക്കുന്നത് 2 പേരിങ്ങനെ ബൈക്കിൽ വരുന്നുണ്ട്. അവിടെ നിന്ന് പൈസ എടുക്കുന്നതുകൊണ്ട് കാണിക്കുന്നില്ല, പക്ഷേ അവർ തിരിച്ചു പോകുന്നതും കാണിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ റസാഖ് ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ്. ശാലിനി ഇങ്ങനെ ആകെ ടെൻഷനിൽ കാറിൽ ഇരിക്കുന്നു. അതിന് മുന്നേ ശാരദാമ്മയോട് പറഞ്ഞിട്ടാണ് വരുന്നത്. സത്യഭാമയുടെ മുന്നിൽ മകനെയും കൊണ്ട് മാത്രമേ ചെല്ലുകയുള്ളൂ എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് ശാലിനി വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതൊക്കെ. അപ്പോൾ ഇനി അറിയേണ്ടത് പൈസ കൊണ്ടുപോയവരെ ഇനി റസാഖിനെ പിടിക്കാൻ പറ്റുമോ, ശാലിനി കണ്ടെത്തുമോ ഇല്ലയോ എന്നുള്ളതാണ്. പക്ഷെ 2 പേര് വരുന്ന കാണിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഇനി എൻ്റെ ഒരു ഇത് അനുസരിച്ച് ഇനി വിഷ്ണുവും ഇനി ഡാനിയലും ഒക്കെ ചേർന്നുള്ളതാണോ എന്നറിയില്ല. വിഷ്ണുവിന് ചികിത്സയ്ക്കായുള്ള പണത്തിനായിട്ട് ഇനി ഇവരിൽ നിന്ന് 50 ലക്ഷം വാങ്ങിക്കുന്നതാണോ എന്നറിയില്ല. 25 ലക്ഷം ഡാനിയലിനും കൊടുക്കാമെന്ന് പറഞ്ഞ് ബാക്കി വിഷ്ണുവിനും എടുക്കാമെന്ന് പറഞ്ഞുള്ള ഒരു ഉദ്ദേശമാണോ എന്നും അറിയില്ല. വിഷ്ണുവും കൂടി ചേർന്നുള്ള ഒരു വിലപേശലാണോ എന്നും അതറിയില്ല. അതോ ഇനി വിഷ്ണുവിനെ വെച്ചിട്ട് ഡാനിയൽ തന്നെ ചെയ്യുന്നതാണോ എന്നും അറിയില്ല. അവിടെ നിന്ന് കെട്ടഴിച്ച് വിടാൻ വേണ്ടി വിഷ്ണു ഒരു ഉപായം പറഞ്ഞതാണോ എന്തൊക്കെയാണ് എന്നുള്ളതാണ് അറിയേണ്ടത്. എന്തായാലും ഈ പൈസ കൊടുത്ത് കഴിയുമ്പോൾ വിഷ്ണു എന്തായാലും രക്ഷപ്പെടും. പക്ഷേ രക്ഷപ്പെട്ട് വിഷ്ണുവിന് ഇവിടേക്ക് വരുമോ, അതോ ഇനി ചികിത്സയ്ക്കായിട്ട് അങ്ങ് പോകുമോ ഇല്ലയോ എന്നുള്ളതൊക്കെയാണ് അറിയേണ്ടത്. മിക്കവാറും വിഷ്ണു ചിലപ്പോൾ തിരിച്ചു വരുമായിരിക്കും. എന്നിട്ട് പിറ്റേന്ന് ചിലപ്പോൾ ഇനി ഫ്രണ്ടിൻ്റെ ആവശ്യത്തിന് പോകണമെന്ന് പറഞ്ഞ് അങ്ങനെ പോകുമോ, എന്താകും എന്നുള്ളത് പ്രമോ വന്നാൽ കൂടെ കൺഫ്യൂഷനായി. ഇത് ആരുടെ ഏർപ്പാടാണ് എന്നുള്ളത് അത് നമുക്ക് ഫുൾ എപ്പിസോഡ് വരുമ്പോഴത്തേക്ക് എന്തായാലും നോക്കാം. ഓക്കെ, താങ്ക് യു.